നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. കടലാശ്ശേരി കടലായിക്കടവിലെ ആറാട്ടുകൾക്ക് തടസ്സമുണ്ടാകില്ല. ആറാട്ടുകൾ തടസ്സപ്പെടില്ലെന്ന് സമീപത്തെ സ്ഥലമുടമകൾ ഉറപ്പു നൽകിയതായി വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ്. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാസൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ 16ഓളം പേർക്ക് പരിക്കേറ്റു. ഹൈദരാബാദിൽ നടന്ന മാസ്റ്റേഴ്സ് മീറ്റിൽ കേരളത്തിനായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി വല്ലച്ചിറ സ്വദേശി. വല്ലച്ചിറ നാണത്തുപറമ്പിൽ NK മുരളീധരനെ ലോങ് ജമ്പിൽ സ്വർണ്ണ നേട്ടം. വാർത്തകൾ വിശദമായി. കടലാശ്ശേരി കടലായിക്കടവിലെ ആറാട്ടുകൾക്ക് തടസ്സമുണ്ടാകില്ലെന്ന് സമീപത്തെ സ്ഥലമുടമകൾ ഉറപ്പു നൽകിയതായി വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അറിയിച്ചു. പിഷാരിക്കൽ ക്ഷേത്രത്തിലെ വാവാറാട്ടിനും പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായ പിഷാരിക്കൽ ഭഗവതി, ഊരകം അമ്മ തിരുവടി ഭഗവതിമാരുടെ ആറാട്ടുകൾക്ക് സ്ഥലമുടമകളായ കീഴോട്ടുകര കടലായിമനയിലെ അംഗങ്ങളും അണക്കപ്പറമ്പിൽ കൃഷ്ണന്റെ മകൻ പ്രതീഷും സഹകരണം ഉറപ്പു നൽകിയതായാണ് പ്രസിഡന്റ് അറിയിച്ചത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന ആറാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വാർത്താക്കുറിപ്പ് ഇറക്കുന്നത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കരുവന്നൂർ പുഴയിൽ നടത്തുന്ന ആറാട്ട്, അതുപോലെ തന്നെ വാവാറാട്ട് നടത്തുന്ന കടവ്, അതിലേക്ക് പോകുന്ന വഴിയിൽ ചില അവ്യക്തതകൾ നിലനിന്നിരുന്നു. ആ അവ്യക്തതകൾ എല്ലാം തന്നെ നമ്മളുമായി സംസാരിച്ചതിനടുത്ത് കീഴോട്ട് കടലായിമനയിലെ അംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ യാതൊരുവിധ തടസ്സവുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത്. പരിപൂർണമായിട്ടുള്ള സഹകരണം നമുക്ക് ഉറപ്പു തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ഭൂ ഉടമയായിട്ടുള്ള അണക്കപ്പറമ്പിൽ കൃഷ്ണമാഷ്, അദ്ദേഹത്തിൻ്റെ മകൻ പ്രതീഷ്, അവരുമായി ബന്ധപ്പെട്ടപ്പോൾ പരിപൂർണമായും അവിടെ നടന്നിരുന്ന എല്ലാ ചടങ്ങുകളും ഏറ്റവും ഭംഗിയായി തന്നെ നടത്തണം എന്നുള്ളതാണ് അവർ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതിന് യാതൊരുവിധ തടസ്സവും ഇല്ലാതെ തന്നെയുള്ള പരിപൂർണമായിട്ടുള്ള സഹകരണം നമുക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ആയതിനാൽ നേരത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. അവിടെ ആറാട്ട് നടത്തുന്നതിന് യാതൊരുവിധ തടസ്സവും നിലനിൽക്കുന്നില്ല. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന പിഷാരിക്കൽ ഭഗവതിയുടെ ആറാട്ടും, ഒപ്പം തന്നെ ഊരകം അമ്മ തിരുവടി ഭഗവതിയുടെ ആറാട്ടും ഏറ്റവും പ്രൗഢഗംഭീരമായി തന്നെ നടത്തുന്നതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും മനയിലെ അംഗങ്ങളും, ഒപ്പം തന്നെ കൃഷ്ണമാഷ് മകനുമായി ഫോണിൽ, ദുബായിലുള്ള മകനുമായി ഫോണിൽ ബന്ധപ്പെടുകയും കൃത്യമായി അത് നടത്തണം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആയതിനാൽ മറ്റ് വന്നിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന പിഷാരിക്കൽ ഭഗവതിയുടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആറാട്ടുകൾക്ക് യാതൊരുവിധ തടസ്സവുമില്ല. മറ്റു വാർത്തകളെല്ലാം തന്നെ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും ഭംഗിയായി തന്നെ ഈ പൂരമഹോത്സവം നമുക്ക് കൊണ്ടാടേണ്ടത്. അതിനുവേണ്ടുന്ന എല്ലാവിധ സഹകരണങ്ങളും നാട്ടുകാരോടും വിശ്വാസികളോടും അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും ഭംഗിയായി തന്നെ നമുക്ക് പൂരം നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ അതിൻ്റെ ആചാരമര്യാദകളോടുകൂടി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാസൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ KPCC ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായാണ് പാറളത്തും പ്രതിഷേധ ധർണ നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി ചെറിയത്ത, KB സുനിൽകുമാർ, CR ശ്രീജിത്ത്, ബ്ലോക്ക് മണ്ഡലം നേതാക്കളായ M സേതുമാധവൻ, നന്ദകുമാർ, AD ജോണി, ഡേവിസ് കണ്ണനായ്ക്കൽ, നാരായണദാസ്, ശ്രീനിവാസൻ വെങ്ങാലി, മിജോ പെല്ലിശ്ശേരി, നിതിൻ ചാക്കോ, പോൾ കുന്നൻ, വേണു, വർഗീസ്, പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ 16ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്.
തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിസൂമോൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 9:30-യോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ പാലത്തിന്റെ കൈവരി തകർന്ന് ബസ് മുൻപോട്ട് നീങ്ങി നിന്നു. ബസ് കൂടുതൽ മുന്നോട്ട് നീങ്ങാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റവരെ മേഖലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘവും കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും യാത്രക്കാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഹൈദരാബാദിൽ നടന്ന മാസ്റ്റേഴ്സ് മീറ്റിൽ കേരളത്തിനായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി വല്ലച്ചിറ സ്വദേശി. വല്ലച്ചിറ നാണത്തുപറമ്പിൽ NK മുരളീധരനാണ് ലോങ് ജമ്പിൽ സ്വർണം നേടിയത്. മാസ്റ്റേഴ്സ് മീറ്റിൽ കേരളം 2ാം സ്ഥാനം നേടി. പാർപ്പിടം, ഉത്പാദനം, വനിതാ ശിശു സംരക്ഷണം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകി വലപ്പാട് പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിത്താണ് ബജറ്റ് അവതരണം നടത്തിയത്. 75,16,04,795 രൂപ പ്രാരംഭ ബാക്കിയും 31,43,23,230 രൂപ വരവും അടക്കം ആകെ 38,94,88,025 രൂപ വരവും 30,22,29,400 രൂപ ചിലവും കഴിച്ച 87,25,86,025 രൂപ മിച്ചം വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പാർപ്പിടത്തിന് 22,49,09,600 രൂപയും ഉൽപാദന മേഖലയ്ക്ക് 37,99,839 രൂപയും വകയിരുത്തി. ഒപ്പം വനിതാ ശിശു സംരക്ഷണത്തിന് 47,16,000 രൂപയും വകയിരുത്തി. റോഡുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും റോഡുകളിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമായി തുക മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ രാത്രികാല യാത്രകൾ സുരക്ഷിതമാക്കുന്നതിനും വൈരഹിത സഞ്ചാരം ഉറപ്പാക്കുന്നതിനുമായി പഞ്ചായത്തിനെ സമ്പൂർണ്ണ തെരുവ് വിളക്കുള്ള പ്രദേശമാക്കുന്നതിനും തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിനുമായും തുക വകയിരുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് VD ഷിനിത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ തപതി, ജ്യോതി രവീന്ദ്രൻ, സുധീർ പട്ടാലി, ഭരണസമിതി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CN ഷിനിൽ, നിർവഹണ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TN പ്രതാപൻ MP നയിക്കുന്ന സ്നേഹ സന്ദേശയാത്രയുടെ ഗാനങ്ങൾ പുറത്തിറങ്ങി. 7 ഗാനങ്ങളുടെ പ്രകാശനം സംവിധായകൻ സത്യൻ അന്തിക്കാട്, സംഗീത സംവിധായകൻ ശ്യാം ധർമ്മന് നൽകി നിർവഹിച്ചു. ഈ മാസം 20 മുതൽ മാർച്ച് 5 വരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് സ്നേഹ സന്ദേശയാത്രയുടെ പര്യടനം. രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ വെറുപ്പ് പടർത്തുന്ന കാലത്ത് വെറുപ്പിനെതിരായ സ്നേഹത്തിന്റെ മന്ത്രം യാത്രയിലൂടെ കുറച്ചുപേരിലേക്കെങ്കിലും എത്തിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു. നമുക്ക് ഉറപ്പാണ്. ഇവരൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കുന്നവരായിരിക്കും. വ്യക്തമായിട്ട് അതും പല രാഷ്ട്രീയ പ്രതാപന്റെ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിക്കുകയാണ്. ഇപ്പം ഞാനും ശ്രീനിവാസനൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞങ്ങളൊക്കെ എന്തെങ്കിലും കാര്യം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു MP എന്നുള്ള നിലയിലല്ല, ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ആദ്യം സമീപിക്കുന്ന വ്യക്തി പ്രതാപനാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഒരിക്കൽ ഞാൻ പ്രകാശം എന്നുള്ള സിനിമ എഴുതാനായിട്ട് സമയത്ത് പ്രതാപൻ്റെ സുഹൃത്ത് നൗഷാദും ഒക്കെ ചേർന്നിട്ടാണ് നമുക്കവിടെ ഒരു വീട് സംഘടിപ്പിച്ചത്, എനിക്കും ശ്രീനിവാസനും. അപ്പം ഒരു വലിയ സൗഹൃദം തെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ MLA ആയാലും MP ആയാലും ഒന്നും അതിനെ ഒരു വിധത്തിലെ ദോഷമായി ബാധിക്കാറില്ല. അതിനപ്പുറത്ത് വലിയ മാനങ്ങളുള്ള വ്യക്തിയാണ് പ്രതാപൻ. അപ്പോൾ പ്രതാപൻ്റെ ഈ സ്നേഹ സന്ദേശ യാത്ര എന്ന് പറയുന്നത് വലിയൊരു സന്ദേശം തന്നെയായിട്ട് മാറണം. സന്ദേശം എന്ന എൻ്റെ സിനിമ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 32 വർഷമായി സന്ദേശം അറിയിച്ചു. പക്ഷേ ഇപ്പോഴും സന്ദേശം വലിയ ചർച്ചകളാണ്. അന്ന് ജനിച്ചിട്ടില്ലാത്തവർ പോലും അതിനെ അഭിനന്ദിക്കുകയും അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നയാളാണ് പ്രതാപനെന്നും സത്യൻ അന്തിക്കാട് കൂട്ടിച്ചേർത്തു. യാത്ര വലിയ വിജയമായി മാറട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. സത്യൻ അന്തിക്കാടിന്റെ തൃശൂർ അന്തിക്കാട്ടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ TN പ്രതാപൻ MP, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, അനിൽ അക്കര തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, വയലാർ ശരത്ചന്ദ്ര വർമ്മ, റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ എന്നിവരാണ് ഗാനരചന നിർവഹിച്ചത്. ശ്യാം ധർമ്മനാണ് സംഗീതം. തൃശൂരിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധിക്കാനെത്തിയ 7 SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘടനാ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്വാലിഹ്, R വിഷ്ണു എന്നിവരടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. 25 പേരെ കസ്റ്റഡിയിലെടുത്തു.
25 പേരെ കസ്റ്റഡിയിലെടുത്തു. 3 ഇടങ്ങളിൽ ഗവർണർക്ക് നേരെ കരിങ്കൊടി വീശി. മെഡിക്കൽ കോളേജിന് മുന്നിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ആരോഗ്യ സർവകലാശാല ബിരുദദാന ചടങ്ങിനെത്തിയതായിരുന്നു ഗവർണർ. വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെയാണ് തൃശൂരിലെത്തിയത്. പ്രതിഷേധമുണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് ടൗൺഹാൾ പരിസരത്ത് നിന്ന് 5 SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിൽ ആക്കിയിരുന്നു. CRPF സുരക്ഷ ഏർപ്പെടുത്തിയ ശേഷം ഇതാദ്യമായാണ് ഗവർണർ ഇന്നലെ ജില്ലയിൽ എത്തിയത്. ഇന്ന് പേരകം വിദ്യാനികേതൻ സ്കൂൾ വാർഷികത്തിലും നാളെ വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂരിൽ ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷ ഉദ്ഘാടന ചടങ്ങിലും ഗവർണർ പങ്കെടുക്കും. നാട്ടിക മണപ്പുറത്തെ ചരിത്രത്തിന്റെ ഭാഗമാക്കിയ പ്രമുഖരിൽ ഒരാളായ വേലായുധൻ പണിക്കശ്ശേരി നവതിയുടെ നിറവിൽ. കുന്നോളമുള്ള അംഗീകാര നിറവിലെത്തിയിട്ടും വിനയത്തിന്റെ താഴ്മയാണ് വേലായുധൻ പണിക്കശ്ശേരി എന്ന ഏങ്ങണ്ടിയൂരിന്റെ സ്വന്തം ചരിത്ര ഗവേഷകന്റെ പെരുമ. ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറുമായ വേലായുധൻ പണിക്കശ്ശേരി ചരിത്ര ഗവേഷണത്തിൽ നാട്ടിക മണപ്പുറത്തെ ലോകത്തെ പരിചയപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. വിദ്യകളിൽ വേദത്തെയും മന്ത്രങ്ങളിൽ പ്രണവത്തെയും വൃക്ഷങ്ങളിൽ കൽപ്പവൃക്ഷത്തെയും പോലെയാണ് വേലായുധൻ പണിക്കശ്ശേരി എന്ന ചരിത്രകാരന്റെ മുഖമെന്നതാണ് പ്രത്യേകത. തൊഴിലെന്ന നിലയിലല്ല അദ്ദേഹം ചരിത്രരചനയിൽ വ്യാപൃതനായത്. മറിച്ച് അടങ്ങാത്ത ചരിത്രാഭിമുഖ്യവും ഒടുങ്ങാത്ത അന്വേഷണത്വരയും അദ്ദേഹത്തെ ഈ മേഖലയിൽ മികവുറ്റവനാക്കി. ചരിത്ര ഗവേഷണത്തോടൊപ്പം ജീവചരിത്രം, തൂലികാചിത്രം, ബാലസാഹിത്യം, ഫോക്ലോർ എന്നീ വിഭാഗങ്ങളിലായി 60-ലേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. ഒട്ടുമിക്ക കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട ഗ്രന്ഥങ്ങൾക്കുള്ള പാരിതോഷികങ്ങൾ ലഭിച്ചു. ഗവേഷണത്തിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ്, VS കേരളീയൻ, പ്രസാദ് രത്ന ഉൾപ്പെടെ ഒട്ടേറെ അവാർഡുകളും വേലായുധൻ പണിക്കശ്ശേരിയെ തേടിയെത്തി. കേരള, കാലിക്കറ്റ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന്റെ 10ഓളം പുസ്തകങ്ങൾ പാഠഭാഗങ്ങളായി മാറിയെന്നതും അദ്ദേഹത്തിന്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്നു. വിശേഷണങ്ങൾക്കും അതീതനായ വേലായുധൻ പണിക്കശ്ശേരിയെ അദ്ദേഹത്തിന്റെ നവതിയുടെ ഭാഗമായി വ്യാഴാഴ്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്കൂളിൽ ആദരിക്കുമ്പോൾ നാട്ടിക മണപ്പുറം കൂടിയാണ് ആദരിക്കപ്പെടുന്നത്. തൃശൂരിൽ ഉത്സവത്തിനിടെ ആനയടഞ്ഞ് മറ്റൊരാനയെ കുത്തി. എരുമപ്പെട്ടി ആദൂർ ക്ഷേത്ര ഉത്സവത്തിനിടെയാണ് സംഭവം. മാവേലിക്കര കുട്ടിക്കൃഷ്ണൻ എന്ന കൊമ്പൻ ഉമാമഹേശ്വരൻ എന്ന ആനയെയാണ് കുത്തിയത്. ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിനിടെ പാപ്പാനെ പരിക്കേറ്റു. തൃശൂർ എരുമപ്പെട്ടി ആദൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് ആനകൾ ഇടഞ്ഞത്. മാവേലിക്കര കുട്ടിക്കൃഷ്ണൻ എന്ന ആനയാണ് ആദ്യം ഇടഞ്ഞത്. ഇന്നലെ രാത്രി 8:30 നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിനിടയിലാണ് സംഭവം. ആദ്യം ഇടഞ്ഞ മാവേലിക്കര കുട്ടിക്കൃഷ്ണൻ എന്ന ആന തൊട്ടടുത്ത് നിന്നിരുന്ന ഉമാമഹേശ്വരൻ എന്ന ആനയെ കുത്തുകയായിരുന്നു. കുത്തേറ്റതോടെ കൊമ്പൻ ഉമാമഹേശ്വരനും ഇടഞ്ഞു. കൊമ്പൻ മാവേലിക്കര കുട്ടികൃഷ്ണനെ തളയ്ക്കുവാനുള്ള ശ്രമത്തിനിടയിലാണ് പാപ്പാൻ കോട്ടയം സ്വദേശി ബേബിക്ക് പരിക്കേറ്റത്. നെഞ്ചിൽ കൊമ്പുകൊണ്ടുള്ള തട്ടേറ്റാണ് ബേബിക്ക് പരിക്കേറ്റത്. പരിക്കേറ്റ ബേബിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞെത്തിയ എലിഫന്റ് സ്ക്വാഡും സ്ഥലത്തുണ്ടായിരുന്ന മറ്റു പാപ്പാന്മാരും ചേർന്നാണ് 2 ആനകളെയും തളച്ചത്. കോടന്നൂർ ചാക്യാർകടവ് ചെറിയത്ത് ലോനപ്പന്റെ ഭാര്യ ആനി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെങ്ങിണിശ്ശേരി കൂട്ടാലക്കുന്ന് തച്ചാറ ബാലൻ നിര്യാതനായി. 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5700 രൂപ, പവന് 45,600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കടലാശ്ശേരി കടലായിക്കടവിലെ ആറാട്ടുകൾക്ക് തടസ്സമുണ്ടാകില്ല. ആറാട്ടുകൾ തടസ്സപ്പെടില്ലെന്ന് സമീപത്തെ സ്ഥലമുടമകൾ ഉറപ്പു നൽകിയതായി വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അപകടം. അപകടത്തിൽ 16ഓളം പേർക്ക് പരിക്കേറ്റു. ഹൈദരാബാദിൽ നടന്ന മാസ്റ്റേഴ്സ് മീറ്റിൽ കേരളത്തിനായി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി വല്ലച്ചിറ സ്വദേശി.
വല്ലച്ചിറ നാണത്തുപറമ്പിൽ NK മുരളീധരനെ ലോങ് ജമ്പിൽ സ്വർണ്ണ നേട്ടം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.